ഹാസ്യ കലയായ മിമിക്രിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വയറിളക്കം ചാർത്തി എന്നെ തോൽപ്പിക്കാൻ ഒരു ടോമാക്സ് കൊണ്ടുവന്നിരിക്കുന്നു. ഫിഡികൾ എന്നെ തോൽപ്പിക്കാൻ നോക്കണ്ട, ഞാൻ തോൽക്കില്ല. ടോമാക്സ് അണുക്കൾക്ക് നാശം. സാറന്മാരെ അറിഞ്ഞില്ലേ, നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലേറുണ്ടായത്രേ. എടോ കറിയാച്ച, കല്ലെറിയുന്നതിലല്ല കാര്യം, അത് കൊള്ളുന്നതിലാ. ഉമ്മൻചാണ്ടി സാറേ കല്ലെറിഞ്ഞതിരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല അത്രേ. ഉമ്മൻചാണ്ടി സാറെന്താ ഒന്നും പ്രതികരിക്കാറുന്നത്? എന്നാലും നമ്മുടെ വി എസ് അച്യുതാനന്ദൻ സാറ് പിണറായി അല്ല വി എസ് അച്യുതാനന്ദൻ സാറ് നമ്മുടെ ഉമ്മൻചാണ്ടിയെ ആശുപത്രിയിൽ സഞ്ചരിച്ചല്ലോ. കാര്യം നേടാൻ കഴുതക്കാരും പിടിക്കണം. നമസ്കാരം, വാർത്താവലോകന ചർച്ചകളിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കു നേരെയുണ്ടായ കല്ലേറ് കേരളത്തിൽ പ്രത്യാഘാതം സൃഷ്ടിച്ചുവോ? ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് പ്രമുഖ വ്യക്തികളാണ്. ആദ്യം ശ്രീ ഉമ്മൻചാണ്ടിയിലേക്ക് പോകുമ്പോൾ, ശ്രീ ഉമ്മൻചാണ്ടി താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നിങ്ങൾ ചർച്ച വെച്ചത്. വളരെ നന്ദി ശ്രീ ഉമ്മൻചാണ്ടി ഞങ്ങളുമായി പ്രതികരിച്ചതിന്. അടുത്തതായി ശ്രീ ആര്യാടൻ മുഹമ്മദ് ചേരുന്നു. ശ്രീ ആര്യാടൻ മുഹമ്മദ് താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല മക്കളെ. കാരണം നമ്മളിങ്ങനെ ബോംബും കല്ലൊക്കെ എറിഞ്ഞാൽ നമ്മൾ പരസ്പരം തല്ലുകൂടുന്ന അവസ്ഥയാണ് വരുന്നത് അല്ലേ? നിങ്ങൾ പറയും. അപ്പൊ നമ്മൾ പരസ്പരം തല്ലൊന്നും കൂടാതെ വളരെ മതസൗഹൃദത്തോട് കൂടിയിട്ട് മുമ്പോട്ട് പോകേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അത്ര ഉള്ള വിനീതന് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ ആര്യാടൻ മുഹമ്മദ് ഞങ്ങളുമായി പ്രതികരിച്ചതിന്. അടുത്തതായി ശ്രീ കുഞ്ഞാലിക്കുട്ടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് വല്ല പ്രതികരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. ആര് പറഞ്ഞു ഞങ്ങൾ പ്രതിക്കുന്ന? കേരളത്തിൽ ഞങ്ങൾ തന്നെ വരികയുള്ളൂ. സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണെങ്കിലും ചരടി പണി മലപ്പുറത്തിന്റെ പച്ചൻ്റെ അതിൽ തന്നെ. ഇമ്മാതിരി ഓലപ്പാമ്പൊന്നും ഞങ്ങൾക്ക് നേരെ അറിയണ്ട. വളരെ നന്ദി ശ്രീ കുഞ്ഞാലിക്കുട്ടി ഞങ്ങളുമായി പ്രതികരിച്ചതിന്. അടുത്തതായി ശ്രീ ജനാർദ്ദൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജനാർദ്ദൻ താങ്കൾ എങ്ങനെയാണ് ഒരു സിനിമാ നടൻ എന്ന നിലയിൽ ഇതിനോട് പ്രതികരിക്കുന്നത്? ശ്രീ ജനാർദ്ദൻ താങ്കളുടെ സൗണ്ടിന്റെ കരകരപ്പൊന്ന് കുറക്കാവോ? ഓ ശരി ശരി. എനിക്ക് എന്താ പറയുക, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേരെയുണ്ടായ ആക്രമണം വളരെയധികം സങ്കടമുള്ളതാണ്. അത്രയുള്ളൂ പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ ജനാർദ്ദൻ ഞങ്ങളുമായി പ്രതികരിച്ചതിന്. അടുത്തതായി ശ്രീ ലാൽ ജോസ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ സംവിധായകൻ ലാൽ ജോസ് താങ്കൾക്ക് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കാനുള്ളത്? പ്രിയപ്പെട്ടവരെ, അതായത് വളരെയധികം സങ്കടമുള്ള ഒരു കാര്യമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേരെ ഉണ്ടായ കല്ലേറ്. എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിയില്ല. വളരെ നന്ദി ശ്രീ ലാൽ ജോസ് ഞങ്ങളുമായി പ്രതികരിച്ചതിന്. അടുത്തതായി ശ്രീ എം ജി ശ്രീകുമാർ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ എം ജി ശ്രീകുമാർ താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അതായത് താങ്കൾ ചിരിക്കാതെ കാര്യം പറയും മിസ്റ്റർ. എങ്ങനെ ചിരി? വളരെ നന്ദി ശ്രീ എം ജി ശ്രീകുമാർ ഞങ്ങളുമായി പ്രതികരിച്ചതിന്. അടുത്തതായി ശ്രീ കൊച്ചുപ്രേമൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ കൊച്ചുപ്രേമൻ താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അയ്യോ പിന്നെ ഒരുപാട് നാൽക്കുലകൾ കേട്ടിട്ടുണ്ട്, കേട്ടു. ഒരുപാട് സങ്കടമുണ്ട്, കേട്ടു. കേരള മുഖ്യമന്ത്രിക്ക് നേരുണ്ടായ കല്ലേറുണ്ടല്ലോ, വളരെയധികം സങ്കടമുള്ളതാണ്, കേട്ടു. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ശ്രീ തൃപ്പൂണിത്തറ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ തൃപ്പൂണിത്തറ താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? എന്താ പറയാ, വളരെയധികം സന്തോഷമുണ്ട്. എന്താ പറയാ, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ശ്രീ തൃപ്പൂണിത്തറ വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. അടുത്തതായി ശ്രീ നരേന്ദ്രപ്രസാദ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ നരേന്ദ്രപ്രസാദ് താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? 16 കൊല്ലം മുമ്പ് എൻ്റെ നേരെയും ഒരു കല്ലേറുണ്ടായിരുന്നു. അത് കുറച്ച് ഞാൻ ഇവിടെ ആരും ഉണ്ടായില്ല. പിന്നെ എന്തിനാ ഈ തരത്തൊരു ചർച്ച? അത്രയുള്ളൂ വിനീതന് പറയാനുള്ളത്. നന്ദി. ഇതോടെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നാളെ വേറെ ചർച്ചകളുമായി കാണാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. That was an awesome performance by Yahya K of Mount Sinai Public School. May I now request